മനുഷ്യന്മാർക്ക് എപ്പോഴും നിയമങ്ങൾ തെറ്റിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കും, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. അതുപോലെ അങ്ങോട്ട് പ്രവേശിക്കരുത്, ഈ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിനെ ഒന്നും നോക്കാതെ ബോർഡിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് യുവതിയും യുവാക്കളും കൂടിയിട്ട് എന്തു ചെയ്തു? ആ മലയിലേക്ക് കയറിപ്പോയി. എന്തിനാ കയറി പോകുന്നറിയോ? വളരെ മോശമായിട്ടുള്ള അനാശാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ആ ബോർഡ് വെച്ചത്. ആ ബോർഡ് വെച്ചതിന്റെ ഉദ്ദേശം തന്നെ അവിടെ അനാവശ്യമായിട്ട് അസമയത്ത് വന്നിട്ട് മദ്യപിക്കുകയും അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയും അനാശാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കണ്ടതുകൊണ്ടാണ് അവിടെ നാട്ടുകാര് ഈ പുത്തൂര ഭാഗത്തുള്ള കൊളഞ്ചിമല എന്ന് പറയുന്ന സ്ഥലത്ത് ബോർഡ് വെച്ചത്, ഇങ്ങോട്ട് പ്രവേശിക്കരുത്, അവിടെ പോയിട്ട് ഇരിക്കരുത് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു നിയമത്തൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് യുവതിയും യുവാക്കളും കൂടിയിട്ട് അങ്ങോട്ട് പ്രവേശിക്കുകയും അവിടെ പോയിട്ട് അനാശാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ജനങ്ങൾ കാണുകയും ഇവരെ പിന്തുടരുകയും ചെയ്തു. പിന്തുടർന്ന് ചെന്ന സമയത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു യുവതിയും കുറച്ച് യുവാക്കളും കൂടിയിട്ട് അവിടെ വളരെ മോശമായിട്ട് അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. പക്ഷെ ജനങ്ങൾ വരുന്നത് കണ്ടപ്പോൾ എന്തു ചെയ്തു? ഇവര് കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടിയിരിക്കുകയാണ്. അങ്ങനെ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടി കുറെയൊക്കെ തെരഞ്ഞതിന് ശേഷം ഇവരെ ആരും കണ്ടു കിട്ടിയില്ല. ഈ യുവതിയെയും യുവാക്കളെയും ഒന്നും കണ്ടു കിട്ടിയില്ല. അവസാനം ഇവര് പോലീസിനോട് വിവരം പറഞ്ഞു. പോലീസിനോട് വിവരം പറഞ്ഞ സമയത്ത് പോലീസ് എത്തിയിട്ടും തെരഞ്ഞു. പക്ഷേ യാതൊരു രീതിയിലും അവരെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസ് അവിടെ ഉണ്ടായിരുന്ന ബൈക്കും അതുപോലെ തന്നെ അവരവിടെ കിടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന തുണിയും അവരുടെ ഉടുമുണ്ട്, ഡ്രസ്സ്, വസ്ത്രങ്ങളെല്ലാം എന്തു ചെയ്തു? പോലീസിന്റെ എടുത്തു കൊണ്ടുപോന്നു. ഇപ്പൊ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ആ കാട്ടിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടാവുക. എവിടെ എത്തി എന്താണെന്നുള്ളത് യാതൊരു വിവരമില്ല. എപ്പോഴും മനസ്സിലാക്കുക, ഏത് രീതിയിൽ ഇപ്പൊ ഒരുപാട് അങ്ങനെ സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും പല കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരുടെങ്കിലും വലയിലൊക്കെ പെട്ടിട്ട് ബോധമില്ലാതെ ആരുടെങ്കിലും പിറകെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വഷളാകും. ജനങ്ങൾക്ക് മുന്നിൽ വഷളാകും, നാടിന് മുന്നിൽ വഷളാകും. എന്ത് ചെറിയ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഇന്നത് വാട്സപ്പിൽ എടുക്കുവാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കുവാനൊക്കെ പ്രത്യേകമായിട്ട് ഒരു ത്വരയുള്ള കുറെ ആളുകൾ നടക്കുന്നുണ്ട്. സംഗതി ഇതിനൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളും പിടിക്കാൻ വേണ്ടി പോകുന്ന ആളുകളും ഒരു പക്ഷേ അവിടെ കച്ചറ കളിക്കുന്നവരെക്കാൾ മോശമായ ആളുകളായിരിക്കും. അത് വേറെ വിഷയം, അതൊന്നുമില്ല. പക്ഷെ മറ്റൊരാളെ ഫോളോ ചെയ്തിട്ട് അയാളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവരെ നാറ്റിക്കുക എന്നുള്ള ചില സ്വഭാവമുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെ എതിർക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തേലും തെറ്റ് കാണുമ്പോൾ അതെങ്ങനെ എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരെ വഷളാക്കുന്നതിന് പകരം നല്ലൊരു ഉപദേശം കൊടുത്തുകൊണ്ട് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ ഉപദേശം കൊടുത്തുകൊണ്ട് പരിഹരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് പരിഹരിക്കണം. അതിനപ്പുറം വെല്ലുവിളിച്ച് വാശി പിടിച്ച് സമൂഹത്തിനും ആ നാടിനും അസ്വസ്ഥമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളെ യുവാക്കളൊക്കെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലും ഇതുപോലുള്ള അനാശാസ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് പിടിക്കുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല രീതിയിൽ മറ്റുള്ളവരുടെ വലകളിൽ വീണിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ പരിചയപ്പെട്ടിട്ടും പല കുട്ടികൾ യാതൊരു ബോധവും ഇല്ലാതെയാണ് പലരുടെയും പിന്നാലെ പോകുന്നതും പല അബദ്ധത്തിൽ പോയി പെടുന്നതും. കുറച്ചു മുന്നേ ഇതുപോലെ കാറിൽ കുറച്ച് യുവാക്കളുമായിട്ടൊരു യുവതി പോവുകയും കാമുകനാണ് കൊണ്ടുപോയത്. ആ കാറിൽ വെച്ചിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റു കൂടെ പോയവർക്കും എന്തൊക്കെ താല്പര്യങ്ങൾ തോന്നി അവിടെ കൂട്ടമായിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ച സംഭവങ്ങളൊക്കെ കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാണ് വാർത്തകളിലൊക്കെ. ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടന്നാലും ഇങ്ങനെയൊക്കെ കേട്ടാലും ഇപ്പോഴും ഒരു ബോധമില്ലാതെ അവരുടെയും ഇവരുടെയും പിന്നാലെ പോവാൻ പ്രത്യേകിച്ചിട്ട് പല കുട്ടികളും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് അവരുടെ സ്വന്തം ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് യാതൊരു രീതിയിലും അവര് കണക്ക് കൂട്ടുന്നില്ല. ആരുടെയെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു. അങ്ങനെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയിട്ട് അവർ ഇതുപോലെ പല രീതിയിൽ പല ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ പലരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വിലപ്പെട്ടിട്ടുള്ള ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കുക, ആ കാട്ടിലേക്ക് കയറിപ്പോയവരുടെ അവസ്ഥ എന്താണ്? ഇനി നാട്ടിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ ആർക്കെങ്കിലും എനിക്ക് മാനം കെടാൻ വയ്യ, നാണം കെടാൻ വയ്യ, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാനാ?
അപ്പൊ സ്വയം നമ്മൾ വരുത്തി വെക്കുകയാണ്. ഒന്നിനും അടിമപ്പെടരുത്. അത് ലഹരിക്കാണെങ്കിലും മറ്റ് ഏത് വേണ്ടാത്ത കാര്യങ്ങൾക്കാണെങ്കിലും അടിമപ്പെടരുത്. എല്ലാ മനുഷ്യന്മാരും എല്ലാവരും അത്ര ഒരു തെറ്റ് ചെയ്യാത്ത നല്ല ആൾക്കാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മനുഷ്യന്റെ ഉള്ളിൽ പല വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ മനുഷ്യരാണെന്നുള്ളൊരു ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മൃഗത്തിനേക്കാൾ അധപ്പതിച്ച രീതിയിൽ നമ്മൾ പല പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്വയം വഷളാവുക എന്ന് മാത്രമല്ല, നമുക്ക് ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെടും, സമൂഹത്തിലുള്ള അംഗീകാരങ്ങൾ നഷ്ടപ്പെടും. അവസാനം ആരും ഒരു രീതിയിലും വിലവെക്കാതെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ ഒരു പക്ഷേ ഈ ബൈക്കിൽ പോയവരും കൂടെ പോയ യുവതി ഒന്നും മറ്റുള്ളൊരു തരം താഴ്ന്ന ഫാമിലിയിലോ അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരൊന്നും ആവൂല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കമ്പനി അടിച്ചു പോകുന്നു, അവിടെ എത്തപ്പെടുന്നു, ഓരോ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു, പിന്നീട് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കൂടെയുള്ളവർ എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടവളാണെങ്കിൽ, അല്ലെ എല്ലാവരും കൂടി ലഹരി പെട്ടെന്ന് കഴിച്ചിട്ട് ഒരു ബോധമില്ലാതെ നമ്മൾ വീഡിയോസിൽ കാണാറുണ്ട്. നല്ല നല്ല കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എന്നാൽ തറവാട്ടിൽപ്പെട്ട കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇരുന്നിട്ട് ഓരോ ലഹരിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു ബോധവുമില്ലാതെ തലകുത്തി മറിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വീഴുന്നു. ഇതൊക്കെ നമ്മൾ കുറെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങളും അഭിമാനങ്ങളും ഉയർച്ച ഉണ്ടായിരിക്കും. ഒരു ബോധമില്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും പിന്നാലെ ഓടിച്ചാടി പോകുമ്പോൾ നമുക്കാണ് അതിന്റെ നഷ്ടം എന്ന് മനസ്സിലാക്കുക. രസകരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ട് അത് ഷെയർ ചെയ്യുന്നതിനോട് കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അത്രമാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്കെല്ലാവർക്കും നല്ല മനസ്സും നല്ല ചിന്തകളും പടച്ച റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.